തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവശാസ്ത്രത്തെപ്പറ്റി പലരും വികല്പമായി സംസാരിക്കാറുണ്ട്. എന്നാൽ ശുശ്രൂഷകൾക്ക് ആധുനിക ശാസ്ത്രത്തിൽ ദൈവശാസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ദൈവശാസ്ത്രത്തിൽ പഠിക്കുമ്പോൾ ദൈവകൃപയോടെ പഠിക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിൽ പഠിക്കുമ്പോൾ മാത്രമേ അത് എഴുതപ്പെട്ട ആത്മാവിൽ അത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകും. വേദപുസ്തകം കോട്ട് ചെയ്ത് പലപ്പോഴും പലരും അതിനെ വികല്പമാക്കുന്നത് കണ്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരാളെ മെരുക്കിയെടുക്കുന്നതാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ജനമൊക്കെ യോർദാൻ കടന്നു ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചത്, നിങ്ങൾ ഓരോരുത്തരും ഓരോ ഗോത്രത്തിൽ ഓരോ വീതം 12 പേരെ കൂട്ടി 12 പേരെ കൂട്ടി യോശുവ മുൻപോട്ട് പോകുമ്പോൾ 12 കല്ല് നാട്ടി 12 ഗോത്രങ്ങൾക്ക് ഒരു മെമ്മോറിയൽ അറ്റ് ഗിൽഗാൽ, അങ്ങനെ ആരംഭിച്ച ഇസ്രയേൽ ജനതയുടെ യാത്രയാണിത്. ഇത് ചുമ്മാ കഥയൊന്നുമല്ല, ആരെങ്കിലും എഴുതി വെച്ചതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ വിമർശിക്കുന്നവരുണ്ട്, ഇതിനെയൊക്കെ വളരെ മറ്റു രീതിയിൽ കാണുന്നവരുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഇത് അന്ധമായി വിശ്വസിക്കുന്ന ഒരാളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തെങ്കിലേക്ക് നോക്കണം, കർത്താവിലേക്ക് നോക്കണം. യേശുക്രിസ്തുവിന് സമാധാനം കൊടുത്തിട്ടില്ല. യേശുക്രിസ്തുവിന് സമാധാനം കൊടുത്ത് സമാധാനപുത്രനെ അംഗീകരിക്കാത്തത് കൊണ്ട് സമാധാനമില്ലാത്തതായ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒരു കൊച്ചു രാജ്യം അനേക രാജ്യങ്ങളിലിടയിൽ സുരക്ഷിതമായി കഴിയുന്നു. ലോകത്തിൻ്റെ ബുദ്ധിശാലികളിൽ അവിടുന്ന് ഉണ്ടാകുന്നു, ശാസ്ത്രജ്ഞന്മാർ ഇവിടുന്ന് ഉണ്ടാകുന്നു. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തിൽ ആയിരിക്കുന്ന കാലത്ത് ഒരു ദൈവ ശുശ്രൂഷകന് ദൈവശാസ്ത്ര വിദ്യാഭ്യാസം ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിൽ പഠിച്ച് കല്ലുകൾ പോലെയാകണം. 12 ഗോത്രങ്ങളുടെ ആണെങ്കിൽ ഞാനും നിങ്ങളും പുതിയ നിയമ ഇസ്രായേലാണ്. മനുഷ്യവർഗമെല്ലാം പുതിയ നിയമ ഇസ്രായേലാണ്. കർത്താവിന് ശേഷം വന്നിട്ടുള്ള മതവിഭാഗ ഭേദമന്യേ എല്ലാവരും പുതിയ നിയമ ഇസ്രായേലിൻ്റെ ആ പദവിയും ഭാഗ്യവും ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഭാഗ്യം ലഭിച്ചിട്ടുള്ള പുതിയ നിയമ ഇസ്രായേലായിട്ടുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ശക്തിയോടെ ഇതിനെ കൊടുക്കുവാൻ സാധിക്കണം. ശക്തിയോടെ ഇത് പറയാൻ സാധിക്കണം. മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കണം. ഇത് ബലത്തോടെ പറയാൻ സാധിക്കണം. അതുകൊണ്ട് ഓരോ കല്ലുകളാണ് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം പഠിച്ചിറങ്ങുന്ന ഓരോരുത്തരും കല്ലുകളായി തീരുക. ഒരു പക്ഷങ്ങളിൽ നിങ്ങൾക്ക് ആ സെമിനാറുകളിലോ വലിയ വലിയ രാജ്യങ്ങളിൽ പോയി പഠിച്ച് റിസർച്ച് ചെയ്യുന്ന സമയമോ സാവകാശമോ സൗകര്യമോ അതിനുള്ള യാതൊരു സാധ്യതകളോ ഇല്ലാത്തവരായിരിക്കാം. എന്നാൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കല്ലുപോലെയുള്ള വിശ്വാസം നിൽക്കുന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ആ കല്ല് പോലെ നിർത്തുന്നത് അന്നുള്ള 12 ഗോത്രങ്ങളുടെ ആ മെമ്മോറിയൽ സ്റ്റോൺ ഇന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് ദൈവ ശുശ്രൂഷകർ ശക്തി പ്രാപിച്ച് മറ്റുള്ളവർക്കൊരു ശക്തിയായി തീരുവാൻ, ആ ദൈവ ശുശ്രൂഷകർക്ക് ഒന്നും സംഭവിക്കുകയില്ല. അത് കല്ലെ തട്ടുന്ന പോലെ ഇരിക്കും, കല്ലായിട്ട് സ്ട്രോങ് ആയിട്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം അങ്ങനെ ആയിരുന്നു. പഴയ നിയമവിശുദ്ധന്മാർ അങ്ങനെയായിരുന്നു, പുതിയ നിയമവിശുദ്ധന്മാർ അങ്ങനെയായിരുന്നു. ആധുനിക ലോകത്തിൽ മറ്റെല്ലാം വന്ന് എല്ലാം മാറ്റുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സ്ട്രോങ് ആയി നിൽക്കുവാൻ,
ഈ വചനം കാണുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ശക്തി സഭാവിഭാഗ ഭേദമന്യേ ഇതിൽ ട്രെയിൻഡായിട്ടുള്ള എല്ലാവർക്കും ദൈവശക്തി നൽകി ലോകത്തെ വീണ്ടെടുക്കുവാൻ, കർത്താവിൻ്റെ വരവിന് മുമ്പായി കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുവാൻ, യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ആ വലിയ സാക്ഷികളായി നമുക്ക് തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസാന്നിധ്യം ദൈവസാമീപ്യം നിന്റെ മക്കളെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഓരോ കല്ലുകളാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഞങ്ങളെല്ലാം രാജകീയ പുരോഹിത വർഗമാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും ലഭിക്കുന്ന ആ വലിയ പദവിയിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, ഞങ്ങൾ എം പിമാർ, എം എൽ എമാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമ്പാട് സുവിശേഷം ഘോഷിക്കുന്നവർ, വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ, ഉപജീവനത്തിനായി മറ്റ് സ്ഥലങ്ങളിലായിരിക്കുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, സാധ്യതകളിൽ നിന്ന് മാനസികമായി തളർന്നു കിടക്കുന്നവർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരിലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് ഞങ്ങളുടെ ദൗത്യം ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാൻ, ആവോളം അധ്വാനിക്കുവാൻ എല്ലാവരെയും ബലപ്പെടുത്തിക്കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.